കൊല്ലം തേവലക്കരയിൽ 3ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ പീഡനം. കുട്ടിയെ രണ്ടാനച്ഛൻ തേപ്പുപെട്ടി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു. രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, എന്താണ് സംഭവം? പോലീസ് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം. കുട്ടി വീർതി കാട്ടി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ രണ്ടാനച്ഛൻ ആ സമയത്ത് തേപ്പുപെട്ടി ചൂടായിരുന്നു, തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇയാൾ പ്രകോപിതനായി കുട്ടിയുടെ കാലിൽ പൊള്ളിച്ചത്. ഇത് പിന്നീട് കുട്ടി നിലവിളിച്ച സമയത്ത് മാത്രമാണ് ഇതിന്റെ അതായത് മുത്തശ്ശി അറിയുന്നത്. പിന്നീട് മുത്തശ്ശി അത് അയൽവാസികളോടൊക്കെ പറഞ്ഞു. അത് ആദ്യം ഇത് മൂടി വെക്കാൻ ശ്രമിച്ചു. പിന്നീട് അയൽവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ ഈ സ്റ്റേഷനിൽ എത്തിച്ചു. അതിനുശേഷം കുട്ടിയെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയനാക്കി. കുട്ടിയുടെ മൊഴി ഇപ്പോൾ ചവറ തെക്കുംഭാഗം പോലീസ് SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. CWC അധികൃതർ എത്തിയിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിൽ കേസെടുക്കും. മാത്രമല്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിന്റെ ചെയർമാൻ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തും. എത്തിയതിനു ശേഷം ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് ഇത് തീരുമാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മ വിദേശത്താണ്. ഇത് ആദ്യ ഭർത്താവിലെ കുട്ടിയാണ് ഇപ്പോൾ ഈ പൊള്ളലേറ്റത്. ഈ രണ്ടാമത്തെ ഭർത്താവ്, ഇതിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ കൊച്ചനിയൻ, അയാൾക്ക് ഈ അമ്മയിൽ 2 കുട്ടികൾ വേറെയുണ്ട്. 3 കുട്ടികളാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ CWC ഇപ്പോൾ ഇതിൽ ഈ കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച് വീട്ടുകാരും കൂടിയുമായി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുക്കുക. വിനീഷ, ഈ കുട്ടികളോടുള്ള ഇയാളുടെ പെരുമാറ്റം ഏത് രീതിയിലായിരുന്നു എന്ന തരത്തിൽ ഏതെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇത് ആദ്യ സംഭവമാണ്. ഇതുവരെ ഈ കുട്ടിയോട് ഇയാൾ ഇങ്ങനെ മോശമായി പെരുമാറിയതായി അയൽവാസികളോ ബന്ധുക്കളോ ആരും തന്നെ പറയുന്നില്ല. ഇത് ആദ്യ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് CWC ഇക്കാര്യത്തിൽ എന്താണെന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. അഥവാ ഈ കുട്ടിയെ മുത്തശ്ശി തന്നെ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് മുത്തശ്ശിയെ തന്നെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇയാൾക്കെതിരെ ആദ്യമായിട്ടാണ് ഈ കുട്ടിയോട് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നു എന്നതിന് കുട്ടി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ള അമ്മയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അമ്മ അവിടെ എത്തിച്ചേരും. വിനീഷ. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊല്ലം തേവലക്കരയിൽ 3ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ പീഡനം. കുട്ടിയെ രണ്ടാനച്ഛൻ തേപ്പുപെട്ടി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു. രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.